ഉത്തരേന്ത്യയിൽ അതിശൈത്യം തുടരുകയാണ്. 7 ഡിഗ്രി സെൽഷ്യസിൽ താഴെയാണ് ഡൽഹിയിലെ താപനില ഇപ്പോൾ. മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഹരിയാന സംസ്ഥാനങ്ങളിൽ അടുത്ത 3 ദിവസം ശൈത്യ തരംഗം തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. ദൃശ്യപരിധി കുറഞ്ഞത് വിമാന സർവീസുകളെയും ബാധിച്ചിട്ടുണ്ടെന്ന് നമ്മുടെ ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ് അഗെയിൻ. പറയൂ രാധാകൃഷ്ണൻ, വിവരങ്ങൾ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ തണുപ്പ് കുറയുന്ന ഒരു സാഹചര്യമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുന്നത്. ഇന്നും അതിന് സമാനമായിട്ടുള്ള സാഹചര്യം ഡൽഹിയിൽ മാത്രമല്ല, അയൽ സംസ്ഥാനങ്ങളായിട്ടുള്ള ഉത്തർപ്രദേശ്, ഹരിയാന അടക്കമുള്ള എല്ലായിടങ്ങളിലും വളരെ വലിയ രീതിയിൽ ഈ തണുപ്പ് പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് എത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ റോഡ് ഗതാഗതത്തെയും വിമാന ഗതാഗതത്തെയും ട്രെയിൻ ഗതാഗതത്തെയും ഒരുപോലെ ബാധിച്ചിരിക്കുന്നു എന്നതാണ്. ദൃശ്യപരിധി പല മേഖലകളിലും 50 മീറ്ററിൽ താഴെയാകുന്ന ഒരവസ്ഥയാണ് ദേശീയപാതയിൽ ഉള്ളത്. ഈ പാടങ്ങൾ ഉള്ള മേഖലകളുടെ ഇരുവശത്തുകൂടി കടന്നു പോകുന്ന റോഡുകൾ പൂർണ്ണമായിട്ടും കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അത് രാജസ്ഥാനിൽ തുടങ്ങി രാജസ്ഥാൻ അടക്കമുള്ള സ്ഥലങ്ങളിൽ മൗണ്ട് ആബുവിലൊക്കെ -ഡിഗ്രിയിലേക്ക് താപനില എത്തുന്നു. ശ്രീനഗറിൽ, ജമ്മു കാശ്മീരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ -ഡിഗ്രിയിലാണ് താപനില ഉള്ളത്. ഡൽഹി അടക്കമുള്ള സ്ഥലങ്ങളിൽ ഏതാണ്ട് 10 ഡിഗ്രിക്ക് താഴെ 6 ഡിഗ്രി വരെ ഉള്ള രീതിയിൽ തണുപ്പ് എത്തുന്നു. ഉത്തർപ്രദേശിൻ്റെ പല ഭാഗങ്ങളിലും സമാനമായിട്ട് 5 ഡിഗ്രി മുതൽ ഒരു 7 ഡിഗ്രി വരെയൊക്കെ തണുപ്പ് എത്തുന്ന ഒരവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത്. അങ്ങനെ വളരെ ശക്തമായിട്ട് അതിശൈത്യത്തിൻ്റെ പിടിയിലാണ് ഉത്തരേന്ത്യ എന്നതാണ് ഈ റോഡ് വക്കുകളിൽ ഒക്കെ ഉറങ്ങുന്ന ആളുകളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഡൽഹി അടക്കമുള്ള സ്ഥലങ്ങളിൽ ടെൻറ്റുകളൊക്കെ ഒരുക്കിയിരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ട്. ഡൽഹി നഗര മേഖലയിൽ ഈ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ടുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ അവരാണ് വലിയ ബുദ്ധിമുട്ട് നേരിടുന്നത്. ഈ കൊടും തണുപ്പിൽ നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ, പ്രത്യേകിച്ച് റിപ്പബ്ലിക് ദിനം കൂടി വരാൻ പോകുന്നത് കൊണ്ട് നിരവധി സുരക്ഷാ സൈനികരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. അവരും വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. വരുന്ന ദിവസങ്ങളിലും ഇതിന് സമാനമായി തന്നെ സാഹചര്യം തുടരും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. മഴ പെയ്യാനായിട്ടുള്ള ഒരു സാധ്യത അടുത്ത 2 ദിവസങ്ങളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ചൂണ്ടിക്കാട്ടുക കൂടി ചെയ്യുന്നു. ഈ അന്തരീക്ഷ മലിനീകരണം, ഈ തണുപ്പ് എന്നതിനേക്കാൾ ഉപരി ഈ അന്തരീക്ഷ മലിനീകരണം ഇങ്ങനെ നിൽക്കുന്നതാണ് ഡൽഹിയെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നത്. തണുപ്പും ഈ മലിനീകരണവും കൂടി ആകുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം അത് അതീവ ദുഷ്കരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. SKN. ഓക്കെ, താങ്ക് യു രാധാകൃഷ്ണൻ. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.